بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله. أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നല്ല മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ സന്തോഷദായകമായ ഒരു പെരുന്നാളിന്റെ സന്ദർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുസ്ലിം ഉമ്മ. നാട്ടിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ, യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഹജ്ജിനു വേണ്ടി വിളിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരും. ആശ്ചര്യഭരിതനായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ വരാനാണ് എന്ന് ആശ്ചര്യപ്പെട്ടത് തഫ്സീറിൽ കാണാം. അവർ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കാൽനടയായും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ പരിസരത്തേക്ക് അവർ വരും എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു. ആ വിളിയുടെ ഉത്തരമായി നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഹജ്ജിനു വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവിടെ എത്തിയവർക്ക് പുണ്യകരമായ, മഖ്ബൂലായ, മബ്റൂറായ, സ്വീകാര്യയോഗ്യമായ, പുണ്യകരമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സർവശക്തനായ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജ് എന്ന കർമ്മം സർവശക്തനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു മുസ്ലിം ഏറ്റവും വലിയ കീഴൊതുങ്ങൽ നടത്തുന്ന ഒരു ഇബാദത്താണ്. ആ കർമ്മത്തിന് മുസ്ലിം ഉമ്മ പുറപ്പെടുമ്പോ അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിലെ മഹത്തുക്കളായ ആളുകളുടെ ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഹജ്ജ് എന്ന കർമ്മത്തിന് പുറപ്പെടുകയാണ് എന്ന് ഖബറാളികളോട് പറഞ്ഞിട്ട് പോകുന്ന മലയാളികളും അല്ലാത്തവരും ലോകത്ത് ധാരാളമുണ്ട്. പോകുന്നതെന്തിനാണ്? അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും അവന് മാത്രം വെച്ചുകൊടുക്കാൻ, ദീനിന്റെ ഇബാദാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മത്തിനു വേണ്ടിയാണ് മുസ്ലിം ഉമ്മത്ത് ഹജ്ജ് എന്ന കർമ്മത്തിനു വേണ്ടി പുറപ്പെടുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, ഹജ്ജിന് പോകുമ്പോഴും ഹജ്ജ് എന്ന കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുമ്പോഴും മഹത്തുക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് സുഖകരമായി ഞങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചു എന്ന സന്തോഷം പ്രകടിപ്പിക്കുകയും ഖബറാളികൾക്ക് മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥ
ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദ്വീപിൽ സംസാരിക്കാൻ ചെല്ലുമ്പോ അവിടുത്തെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംസാരിക്കാൻ വേണ്ടിയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ മഗ്രിബിന് ശേഷമുള്ള പ്രസംഗത്തിൽ അസർ നമസ്കാരം കഴിഞ്ഞ് ആ പരിസരത്തൊന്ന് പോയി നോക്കുമ്പോൾ അവിടെ കുറെ ആൾക്കൂട്ടത്തെ കണ്ടു. സംഘാടകരോട് ചോദിച്ചു, എന്താണ് ഇവിടെ കുറെ ആൾക്കൂട്ടം? അത് ഹാജിമാർക്കുള്ള ഹജ്ജ് ചെയ്യാനിരിക്കുന്നവർക്കുള്ള യാത്രയപ്പാണ്. എന്നിട്ട് അവിടെ സംഘാടകർ പറഞ്ഞു, ഏറ്റവും നല്ല തൗഹീദിന് വേണ്ടി പുറപ്പെടുന്ന ഈ പാവപ്പെട്ട ഉമ്മത്തിനെ ഷിർക്കിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഈ യാത്രയപ്പ് എന്നത് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നു. ദ്വീപിനുള്ളിലുള്ള ജാറത്തിന്റെ മുന്നിൽ ചെന്ന് വിഷയങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ബരമേൽപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങുക എന്ന ഖേദകരമായ വിഷമകരമായ അക്കാര്യമാണ് തൗഹീദുള്ള ആളുകളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. നിൽക്കട്ടെ, ഹജ്ജിന്റെ കർമ്മത്തെ ഞാൻ ഇവിടെ വിശദീകരിക്കാനല്ല ഈ ഖുത്ബയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ അറഫയിൽ സമ്മേളിക്കുക എന്നത് ഹജ്ജിന്റെ മർമ്മമാണ്. ഇബാദത്തിന്റെ മർമ്മം പ്രാർത്ഥനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ഇബാദത്തിന്റെ ആകെ സത്ത പ്രാർത്ഥനയാണ് എന്നതുപോലെ ഹജ്ജിന്റെ മർമ്മമാണ് അറഫയിൽ സമ്മേളിക്കുക എന്നത്. ഹജ്ജിന് പോയിട്ട് കർമ്മങ്ങൾക്കിടയിൽ അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ ഐസിയിൽ കിടക്കുകയാണെങ്കിലും അറഫയുടെ സമയത്ത് ആംബുലൻസിലാണെങ്കിലും അറഫയുടെ മൈതാനത്ത് വന്ന് ആ വണ്ടി നിർത്തിയിട്ട് അതിൽ പങ്കെടുക്കണം, ഇല്ലെങ്കിൽ അവന് ഹജ്ജില്ല. അത്രയും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ സമ്മേളിക്കുക എന്നത്. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിടവാങ്ങൽ പ്രസംഗം ലോകാടിസ്ഥാനത്തിൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യർക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പറ്റാവുന്ന ഒരു പ്രസംഗം നടത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണർ അവർ പൂജയും പഠനവും നടത്തേണ്ടവരാണ് എന്ന് വാദിക്കുന്നവരാണ്. പൂജാകർമ്മങ്ങളെല്ലാം നടത്തേണ്ടത് ബ്രാഹ്മണരാണ്. ഭരണചക്രം തിരിക്കേണ്ടവരും യുദ്ധം നയിക്കേണ്ടവരുമൊക്കെ ക്ഷത്രിയരാണ്. വ്യാപാരവും കൃഷിയുമൊക്കെ ഏർപ്പെടേണ്ടത് വൈശ്യരാണ്. സേവന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ശൂദ്രരാണ്. അടിമപ്പണിയെടുക്കേണ്ടത് ദളിതരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 1820 കാലഘട്ടങ്ങളിൽ മാറുമറക്കാനുള്ള സമരം ഈ നാട്ടിലെ സ്ത്രീകൾ നടത്തിയിരുന്നു. 1820 കാലഘട്ടങ്ങളിൽ മാറുമറക്കാൻ വേണ്ടിയുള്ള സമരം. ചാണാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, അവരൊക്കെ ഒന്ന് മേൽമുണ്ടണിഞ്ഞാൽ നാട്ടുരാജാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പരസ്യമായി അവരുടെ മേലുടുപ്പ് അടിച്ചു മാറ്റുന്ന സംവിധാനമുണ്ടായിരുന്നു. 1859 കാലഘട്ടം എത്തുമ്പോ രാജ്യത്ത് നിയമപരമായി അത് ശരിയല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളിലും എല്ലാവർക്കും പ്രവേശിക്കാം. അവിടെ ബ്രാഹ്മണരെന്നോ ക്ഷത്രിയരെന്നോ വൈശ്യരെന്നോ ശൂദ്രരെന്നോ ദളിതരെന്നോ 5000-ഓളം വരുന്ന ഉപജാതികളെന്നോ വ്യത്യാസമില്ല. ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ സർവേ പ്രകാരം ഹൈന്ദവരിൽ നിലനിൽക്കുന്ന ജാതിയെക്കുറിച്ച് പറയുന്നത് 3000 മുതൽ 5000 വരെയുള്ള ജാതികളാണ്. അവർക്കാർക്കും ഇന്ത്യയിലെ ഒരു അമ്പലത്തിലും പ്രവേശിക്കുന്നതിന് നിയമപരമായി തടസ്സമില്ല. പക്ഷേ ഞങ്ങളുടെ അമ്പലത്തിൽ അവർ പ്രവേശിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇവിടെ മേൽജാതിക്കാർ മാത്രം പ്രവേശിക്കുന്ന അമ്പലമാണ് എന്ന അർത്ഥത്തിൽ കീഴ്ജാതിക്കാരെ തടയുകയും അതിന്റെ മേൽ അക്രമമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് 1820 അല്ല, 1859 അല്ല,
സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം അല്ല, ഏറ്റവും അടുത്ത സമയത്ത് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അവിടെയാണ് ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ പ്രസക്തി. ഇന്ത്യയെപ്പോലെയുള്ള ആ രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് ആകുന്ന കേരളം പോലെയുള്ള നാടുകളിൽ അവിടെയാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ പ്രസക്തി എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പറയും. ഇവിടെ തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു. ഒരാൾ താഴ്ജാതി മേൽജാതിക്കാരെ ഒന്ന് തൊട്ടുപോയാൽ അശുദ്ധമായി, പിന്നെ കുളിക്കണം. അതിനാ തൊട്ടുകൂടായ്മ എന്ന് പറയുക. തീണ്ടിക്കൂടായ്മയുണ്ടായിരുന്നു. തീണ്ടിക്കൂടായ്മ എന്ന് പറഞ്ഞാൽ അടുത്തു വരാൻ പാടില്ല, ദൂരെ നിൽക്കണം. ആ വന്നു നിൽക്കുന്ന ദൂരെ നിൽക്കുന്ന ആള് മനുഷ്യനാണ്. ഇവിടെ ഇപ്പുറം നിന്ന് സംസാരിക്കുന്നതും മനുഷ്യനാണ്. മനുഷ്യരെ മനുഷ്യരായി കാണാൻ നമ്മെപ്പോലെ ഒരു അടുത്തു വന്ന് സംസാരിക്കാൻ പറ്റിയ ആളുകളായി കണക്കാക്കാതെ ദൂരെ നിർത്തുന്ന തീണ്ടിക്കൂടായ്മ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. പിന്നെ താണ്ടിക്കൂടായ്മയുണ്ടായിരുന്നു. ക്ഷേത്രവടിയിലൂടെ അവർ നടക്കാൻ പാടില്ല, അവർ താണ്ടാൻ പാടില്ല. രാജവീതികളിൽ അവർ പ്രവേശിക്കാൻ പാടില്ല. മേൽജാതിക്കാർ നടന്നു പോകുന്ന വഴി അവർ ഉപയോഗിക്കാൻ പാടില്ല. ഈ താണ്ടിക്കൂടായ്മ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ അയിത്തമുണ്ടായിരുന്നു. എന്താ അയിത്തം? ജന്മന അവർ അശുദ്ധരാണ്, അതുകൊണ്ട് വളപ്പിലേക്ക് പ്രവേശിക്കരുത്, അടുത്തേക്ക് വരരുത്, ജന്മനാ ശുദ്ധരാണ്. ഇങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ 3000-ലധികം 5000-ഓളം ജാതി ഉപജാതികളുള്ള വിഭാഗങ്ങളെക്കുറിച്ച് മണിക്കൂറുകൾ സംസാരിച്ചാൽ മതിയാവില്ല. ഈ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഇതിനെയൊക്കെ എതിർത്തവരും ഇത് പാടില്ല എന്ന് വിചാരിക്കുന്നവരുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനിത് സൂചിപ്പിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വളർച്ച ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. അവിടെ 10 പേർ നിസ്കരിക്കുന്നത് കാണുമ്പോ കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, പണക്കാരനുണ്ട്, പാവപ്പെട്ടവനുണ്ട്, ഹൈറ്റുള്ളവനുണ്ട്, ഹൈറ്റ് കുറഞ്ഞവരുണ്ട്, അന്നത്തെ മുതലാളിയുണ്ട്, പാവപ്പെട്ട തൊഴിലാളിയുണ്ട്. ഒരേ സ്വപ്പിൽ നിന്ന്, ഒരേ വരിയിൽ നിന്ന് നമസ്കരിക്കുന്നത് ഈ രാജ്യത്തെ മനുഷ്യർ കാണുകയാണ്. എന്തു വലിയ ഐക്യമാണിത്! അവരുടെ കൂട്ടത്തിലെ കറുത്തവരും വെളുത്തവരും പണമുള്ളവരും ഇല്ലാത്തവരും, അന്നത്തെ വിദ്യാസമ്പന്നരും വിദ്യാസമ്പന്നരല്ലാത്ത പഠിക്കാൻ കഴിയാത്തവരും ഒരേ വരിയിൽ ചുമലുകൾ തമ്മിൽ തട്ടി, കാലുകൾ തമ്മിൽ തട്ടി നിൽക്കുന്നത് കണ്ടപ്പോ രാജ്യത്തിലെ മനുഷ്യർക്ക് അത്ഭുതമുണ്ടായി അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച്. അത് സൂചിപ്പിക്കാനാണ് ഞാനിങ്ങനെ ആമുഖം കുറിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെ തുടങ്ങുന്നു: അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അയ്യുഹന്നാസ് മഅൂ മിന്നി, മനുഷ്യരെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഉബയ്യിൻ ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ഇനി ഒരു വർഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുകയില്ല, കഴിയുമോ എന്ന് എനിക്കറിയുകയില്ല. ഫീ മൗഖിഫി ഹാദാ, ഇതേ സ്ഥലത്ത് ഇനി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്റെ ആദ്യത്തെ ഹജ്ജാണിത്, ഒരുപക്ഷെ എന്റെ അവസാനത്തെ ഹജ്ജുമാവാം. അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇനി നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളോട് ഇനി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഹജ്ജിന്റെ വേളയിൽ മിനായിൽ വെച്ചാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന അധ്യായം ഇറങ്ങുന്നത്. സഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖന്മാർ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസാനമെത്തി എന്നതാണ് ഈ ആയത്ത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് കരയുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ പ്രസംഗം ഇങ്ങനെയാണ്: ഇനിയൊരു വർഷം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതുപോലൊരാവശ്യത്തിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനോ ഇതേ സ്ഥലത്ത് നിൽക്കാനോ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യാ യുഹന്നാസ്, ഓ മനുഷ്യരെ,
ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്. മൈക്രോഫോണില്ല, ഉച്ചഭാഷണിയില്ല. നമ്മളാകെ ചെറിയ മീറ്ററുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ഞാൻ പറയുന്നത് ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ വേണ്ടിയാണ് ഈ സൗണ്ട് സംവിധാനം ഇവിടെ വെച്ചിട്ടുള്ളത്. പ്രവാചകന്റെ ആ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാൻ മിനിമം 1,00,000 പേരുണ്ട്. മിനിമം 1,00,000 പേർ. അവിടെ മൈക്രോഫോണിന്റെ സഹായമില്ല. പക്ഷെ എല്ലാവരും ആ പ്രസംഗം കേട്ടു എന്നതാണ് ആ സംസാരത്തിന്റെ പ്രത്യേകതയായി പണ്ഡിത ലോകമെന്നുന്ന ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെയെന്നതൊക്കെ കുറെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏതായാലും എല്ലാവരും കേട്ടു, എല്ലാവരും കേൾക്കുകയാണ്. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ് കേട്ടോ. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ് കേട്ടോ. അലാ, അറിയണേ, ലാ ഫദ്ല ലി അറബീൻ അലാ അഅജമി, അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലാ ലി അഅജമീൻ അലാ അറബീൻ, അനറബിക്ക് അറബിയേക്കാൾ, അറബിക്ക് അനറബിയേക്കാൾ, അനറബിക്ക് അറബിയേക്കാൾ, തിരിച്ചും മറിച്ചും പറഞ്ഞു ഒരു പ്രത്യേകതയുമില്ല, ഒരു ഫളിലുമില്ല. വലാ ലിയഹ്മറ അലാ അസ്വദ് വലാ ലിയസ്വദ അലാ അഹ്മർ ഇല്ലാ ബിത്തഖ്വ, നിറം കൊണ്ട് നിങ്ങൾ ആരും വ്യത്യസ്തരാകുന്നില്ല, കാണാനുള്ള വ്യത്യാസമില്ലാതെ തഖ്വ കൊണ്ടാണ് നിങ്ങൾ വ്യത്യസ്തരാകുന്നത്. റബ്ബിനെ കുറിച്ചുള്ള ഭക്തി കൊണ്ടാണ് നിങ്ങൾ വ്യത്യസ്തരാകുന്നത്. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, ചുമപ്പ് കളർ കൂടിയവന് മറ്റേതെങ്കിലും ഒരു കളറുള്ളവനേക്കാളോ പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത്. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പ്രസംഗമാണ് അവിടെ നടക്കുന്നത്. സമത്വത്തിന്റെ ഏറ്റവും വലിയ പ്രസംഗമാണ് അവിടെ നടക്കുന്നത്. വലിയ വലിയ സമ്പന്നരായ ആളുകൾ നിൽക്കുന്ന വേദിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇല്ല കൂട്ടരെ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ വല്ല ശ്രേഷ്ഠതയുമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന കാര്യം നിങ്ങൾ അറിയണം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ഇങ്ങനെ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, എന്നിട്ട് ആയത്തോതുകയാണ് പ്രസംഗത്തിൽ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബ, അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങളെ കക്ഷികളും പോരാ വഖബായിൽ, ഗോത്രങ്ങളുമാക്കിയിട്ടുണ്ട്. എന്തിന്? ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ജന്മനാ ശുദ്ധരാണ് അല്ലേ? എന്നിട്ട് ജാതിയും ഉപജാതിയും വെച്ചുകൊണ്ട് മനുഷ്യരെ വേർതിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, താണ്ടിക്കൂടായ്മ, അയിത്തം ഒക്കെ ലോകത്തെ നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അന്നാണ് പറയുന്നത് 1400 വർഷം മുമ്പ്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പോലും നടക്കുന്നത് 1800-കൾക്ക് 820, 840 കാലഘട്ടങ്ങളിലാണ് ശക്തമായി നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസംഗം ഒരു മാനവികതയുടെ സംസാരമാണ്, ഒരു സമത്വബോധത്തിന്റെ സംസാരമാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സംസാരമാണ്, അയൽപ്പക്ക ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് പഠിപ്പിച്ച സംസാരമാണ്. നിങ്ങളുടെ അഭിമാനം വലുതാണ് എന്ന് പ്രഖ്യാപിച്ച, നിങ്ങളുടെ രക്തം വലുതാണ് എന്ന് പ്രഖ്യാപിച്ച, അനർഹമായി രക്തം ചിന്തരുത് എന്ന് പഠിപ്പിക്കുന്ന, അഭിമാനത്തെ നിങ്ങൾ പിച്ചി ചീന്തരുത് എന്ന് പഠിപ്പിക്കുന്ന, അവൻ പാവപ്പെട്ടവനാകാം, പക്ഷേ അവന്റെ അഭിമാനത്തെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നിങ്ങൾ അപമാനിച്ചു കളയരുത് എന്ന് പഠിപ്പിക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ പ്രസംഗമാണ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് അല്ലേ? മാത്രമല്ല, കുല്ലു വലദി യൂലദു അലൽ ഫിത്ർ, ജന്മനാ എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്. ആരും ജന്മനാ അശുദ്ധരാകുന്നില്ല, ആരും ജന്മനാ പിടച്ചവരല്ല. എല്ലാവരും ജന്മനാ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചു വീടുന്നവരാണ്. പിന്നീട് നിങ്ങളുടെ വളർച്ചയിൽ
നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത വഴികളാണ് നിങ്ങളെ അശുദ്ധമാക്കി കളയുന്നത്, നിങ്ങളെ തിന്മ ചെയ്യുന്നവരാക്കി മാറ്റുന്നത്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികളാക്കി മാറ്റുന്നത് എന്ന പ്രവാചക ഗുരുവര്യന്റെ ആ സംസാരമുണ്ടല്ലോ, അത് മാനവികതയുടെയും മനുഷ്യന് പ്രതീക്ഷ നൽകുന്നതിന്റെയും സംസാരമാണ്. പ്രസംഗം തുടർന്നു ഈ ആയത്തോതിക്കൊണ്ട്, മനുഷ്യരെ, നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ വിവിഐപികളായി മാറാൻ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവിഐപികൾ ലോകരക്ഷിതാവായ റബ്ബിനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിച്ച ഭക്തിയുള്ളവരായിരിക്കും. അത് ചിലപ്പോൾ ഒരു കമ്പനിയിലെ സെർവന്റ് ആവാം, അതിന്റെ ബോസാവണമെന്നില്ല. നാട്ടിലേതെങ്കിലും ഉപജീവന മാർഗത്തിനു വേണ്ടി ആളുകൾ നിസ്സാരമായി കാണുന്ന ഒരു ജോലി ചെയ്തവനാകാം, വലിയ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നവനാകണമെന്നില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മത പാലിച്ചവരാണ് അള്ളാഹുവിന്റെ ആദരവിന് നാളെ വിധേയരാകുന്നത് റബ്ബ് കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രസംഗം തുടർന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ദിമാഅക്കും, നിങ്ങൾ അറിയണം തീർച്ചയായും നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സ്വത്ത്, വ അഅറാലക്കും, നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാം, നിങ്ങൾക്കത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. ഒരാളുടെ അഭിമാനത്തെ നിങ്ങൾ കേടുവരുത്തുന്നത് ഹറാമാണ്. ഒരാളുടെ രക്തം നിങ്ങൾ വെറുതെ ചിന്തിക്കളഞ്ഞാൽ ഹറാമാണ്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഒരു മനുഷ്യൻ ഒരാളെ കൊന്നുകളഞ്ഞാൽ, നിയമം കയ്യിലെടുത്ത് ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ തിരിച്ചവന് അതേ അർത്ഥത്തിൽ ഇസ്ലാമിക കോടതി വധശിക്ഷ വിധിക്കുന്നത് അതുകൊണ്ടാണ്. കണ്ണു ചൂടുന്നവനെ അതേ ശിക്ഷക്ക് വിധേയനാക്കുന്നത് അതുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെയും അവന്റെ രക്തത്തെയും അവന്റെ സ്വത്തിനെയും ഇല്ല സുഹൃത്തുക്കളെ, വെറുതെ അപഹരിക്കാനോ ഏതെങ്കിലും അർത്ഥത്തിൽ അധിക്ഷേപിക്കാനോ ഏതെങ്കിലും അർത്ഥത്തിൽ കൊള്ളയടിക്കാനോ ഏതെങ്കിലും അർത്ഥത്തിൽ നിസ്സാരവൽക്കരിക്കാനോ പാടില്ല. എന്റെ വീട്ടിൽ എന്റെ ഉമ്മയും വാപ്പയും ഇരിക്കുമ്പോ എന്റെ വാപ്പയെ ഉമ്മയെ ആക്രമിക്കാൻ ഒരു ടീം വന്നാൽ കിട്ടാവുന്നതെടുത്ത് വീട്ടിൽ കറിയരിയാൻ ഉപയോഗിക്കുന്ന ചെറിയ കത്തി ഉപയോഗിച്ച്, അതേ വിറക് കൊത്താൻ ഉപയോഗിക്കുന്ന കോടാലി ഉപയോഗിച്ച് എന്റെ മാതാവിനെയും പിതാവിനെയും ആക്രമിക്കുന്ന സംഘത്തോട് ഞാൻ പോരാടുമ്പോ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ഞാൻ ഒരുപക്ഷെ എന്റെ വെട്ടുകൊണ്ട് എന്റെ അടി കൊണ്ട് മരിച്ചു വീണാൽ ഞാനൊരു കൊലയാളിയായി മാറാം. പക്ഷെ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ എന്റെ മനസ്സിന്റെ തേട്ടമറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെ വായിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത്, ഒരിക്കലും മനുഷ്യനെ ആക്രമിക്കാൻ തീരുമാനിക്കാത്ത ഇയാൾ മാതാവിനെ രക്ഷപ്പെടുത്താൻ, പിതാവിനെ രക്ഷപ്പെടുത്താൻ പ്രതിരോധ മാർഗത്തിലേക്ക് ഇറങ്ങി അയാളെ തിരിച്ചു തല്ലേണ്ടി വന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അയാൾ ആത്മരക്ഷയ്ക്കു വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ അയാളുടെ കയ്യബദ്ധത്തിൽ സംഭവിച്ചു പോയതായി രേഖപ്പെടുത്തുകയാണ്. അതാ ഇസ്ലാം. എന്നാൽ നമ്മുടെ അറിവുള്ള നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ കൊന്നുകളഞ്ഞ് അയാൾ സ്ഥലം വിട്ട് അയാളെ തേടിപ്പിടിച്ച് പിന്നീട് അയാളെ പിടിച്ചുകൊണ്ടുവന്ന് കോടതി ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിയമം ഞങ്ങൾക്ക് പ്രശ്നമല്ല, പകരം ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ ശരിയാക്കി കളഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന അതിന്റെ ഗൗരവത്തിന്റെ ഏറ്റവും വലിയ തോത് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇസ്ലാം അത് കൃത്യമായ പ്രകൃതിയുടെ മതമാണ് എന്ന് ഇതിനെക്കുറിച്ച് വായിക്കുന്ന പഠിക്കുന്ന ആളുകൾ പറയുന്നത്. നിൽക്കട്ടെ, പ്രസംഗത്തിന്റെ ഭാഗം എന്താ? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹദാ. ഇന്ന് നമ്മൾ ഈ സമ്മേളിച്ച മുത്തുനബി പങ്കെടുക്കുന്ന ആദ്യത്തെ ഹജ്ജാണ്, അവസാനത്തെ ഹജ്ജാണ്. ഇന്ന് നമ്മൾ ഈ പങ്കെടുത്തിരിക്കുന്ന ഈ ദിവസത്തിന്റെ ഹുർമത്ത് പോലെ, പവിത്രത പോലെ, ഫീ ശഹരിക്കും ഹദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഫീ ബലദിക്കും ഹദാ, ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനം പവിത്രമാണ് കേട്ടോ, നിങ്ങളുടെ സ്വത്ത് പവിത്രമാണ് കേട്ടോ, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ് കേട്ടോ, നിങ്ങളുടെ രക്തം പവിത്രമാണ് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പ്രസംഗം തുടർന്നു,
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ വലിയ ജാഗ്രത പാലിക്കണം, സൂക്ഷ്മത പാലിക്കണം. ഫഇന്നകും, തീർച്ചയായും നിങ്ങളുണ്ടല്ലോ, അഖത്തുമൂഹുന്ന ബിഅമാനില്ലാ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലാഹുമായി ഏറ്റെടുത്ത അമാനത്താണ്. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചാണ് ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസംഗത്തിൽ അടുത്ത ഭാഗം തുടർന്നു പോകുന്നത്. ഇങ്ങനെ സ്ത്രീകളുടെ അവകാശം. രാജ്യത്ത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചോക്ക്. ഇത് 21-ാം നൂറ്റാണ്ടാണ്. 6-ാം നൂറ്റാണ്ടിൽ ചർച്ച ചെയ്തത് സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്നായിരുന്നു. ഇന്നും ലൈബ്രറികളിൽ സൂക്ഷിച്ചു വച്ച പഴയ കാലത്തെക്കുറിച്ചുള്ള ചർച്ച എഴുതി വച്ച പുസ്തകത്തിൽ പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ ചർച്ച സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്നതായിരുന്നു. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന ചർച്ച വരെ ലോകത്ത് നടന്നിട്ടുണ്ട്. അവർ പുരുഷനുപയോഗിക്കേണ്ട ഒരു ഉപയോഗ വസ്തുവിനപ്പുറം മറ്റൊന്നുമല്ല എന്ന ആ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും നിലനിൽക്കുന്ന ഒരു ലോകത്ത്, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമായി നടത്തിയ ഒരു അമാനത്താണ് നിങ്ങൾ സ്ത്രീകളെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവരോട് മാന്യരായി പെരുമാറണം. പുരുഷലോകമേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യന്മാർ നിങ്ങളുടെ സ്ത്രീകളോട് മാന്യരായി പെരുമാറുന്നവരാണ് എന്ന് ഇന്ന് പറഞ്ഞതല്ല, 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. നാട്ടിലേത് മനുഷ്യരോടും നിങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയേണ്ടത് നിങ്ങളുടെ വീട്ടിലെ നിന്റെ സഹധർമ്മിണിയായ നിന്റെ ഭാര്യയാണ് എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ച സമയം കഴിഞ്ഞ് പുതിയ മന്ത്രിസഭയൊക്കെ വന്നു നിൽക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവര്, രാഷ്ട്രീയത്തിന് വേണ്ടി ഓടി നടന്നപ്പോ ഭാര്യയോട് നിങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുക. നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്, ലീഗുകാരനാണ്, CPM-കാരനാണ് എന്നൊക്കെ ഏത് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാലും നിന്റെ ഭാര്യക്ക് നിന്നെക്കുറിച്ച് നല്ലൊരു മനുഷ്യനാണ്, നല്ല പെരുമാറ്റമുള്ളവനാണ്, നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് പറയാൻ നിന്റെ ഭാര്യക്ക് കഴിയുന്നില്ലെങ്കിൽ നീ എത്ര വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അംഗമായാലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ഈ രാജ്യത്തിന്റെ നാം ജീവിക്കുന്ന ഗ്രാമത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു ജനപ്രതിനിധിയായി മാറിയാലും ഇല്ല സുഹൃത്തെ, അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്ക് ഒരു വിലയുമില്ല. നിന്റെ ഭാര്യക്ക് നിന്നെക്കുറിച്ച് അഭിപ്രായമുണ്ടാകണം. ഇത്ര സൂക്ഷ്മതയോടുകൂടി 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്തെ ഇടപെട്ട് പറഞ്ഞു എന്നത് ഏത് ലോകത്തും ഏത് സാംസ്കാരിക നേതാക്കന്മാർക്കിടയിലും ഏത് സയന്റിസ്റ്റുകൾക്കിടയിലും ഏത് ഗവേഷകന്മാർക്കിടയിലും ഏത് എഴുത്തുകാർക്കിടയിലും ദീനിന്റെ സംസാരം വളരെ അത്ഭുതം കൂറുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമെന്നത് ഒന്ന് മനുഷ്യ സമത്വമാണ്. സുഹൃത്തുക്കളെ, ഇനിയും ഈ വെള്ളിയാഴ്ചകളിൽ ഖുത്ബ കേൾക്കുന്ന മുസ്ലിങ്ങളായ ആളുകളോട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, വിശ്വാസികൾ എന്ന് പറയുന്നവരോട് ഇപ്പോഴും ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ കൂട്ടത്തിലെ ജോലി അങ്ങനെ ആയതിന്റെ പേരിൽ, അതല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ പേര് ഇങ്ങനെ അറിയപ്പെടുന്നതിന്റെ പേരിലൊക്കെ വിവാഹബന്ധങ്ങൾ വരെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഇങ്ങനെ ഒരു അനിഷ്ടമായി നിലനിൽക്കുന്നത് ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. വിരൂപന്മാരിൽ വിരൂപനായ സ്വഹാബി, കാണാൻ ഒരു കോലവുമില്ലാത്ത സഹാബി, ഒരുപാട് കല്യാണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നില്ലെന്ന് കണ്ട് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ആ സ്വഹാബി ഇങ്ങനെ മുന്നിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ ഈ കല്യാണ കാര്യം? അദ്ദേഹം പറഞ്ഞു, എനിക്കൊക്കെ പെണ്ണ് തരാനാണ്. ആരാ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അനുയായിയാണ് പറയുന്നത്. എനിക്കാര് പെണ്ണ് തരാനാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ മുഖ രീതിയും രൂപവുമൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്ത രൂപത്തിലായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നത് വിരൂപന്മാരിൽ വിരൂപനാണ്, കാണാൻ ഒരു കോലല്ല. അതുകൊണ്ട് പെണ്ണന്വേഷിക്കുമ്പോൾ തന്നെ കുട്ടികൾ പറയും, എനിക്ക് വേണ്ട, ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് അവകാശമില്ല. അത് ഭംഗി ഉണ്ടോ ഭംഗിയില്ലേ, വലിയ വിദ്യാഭ്യാസമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ സമ്പന്നതയാ അവന്റെ കയ്യിലുണ്ടോ ഇല്ലേ, അതൊന്നും വിഷയമല്ല. രക്ഷിതാക്കളുടെ ഇഷ്ടപ്രകാരം ഒരു കന്യകയായ സ്ത്രീയെ
അവരുടെ ഇഷ്ടപ്രകാരം മാത്രം, അവിടെ അടിവരയിടണം, രക്ഷിതാക്കളുടെ ഇഷ്ടപ്രകാരം മാത്രം കല്യാണം കഴിച്ചു കൊടുത്തുകൂടാ എന്നതാണ് ഇസ്ലാമിന്റെ വിധി. മറിച്ച് ആ കന്യകയായ പെൺകുട്ടിയുടെ മൗനസമ്മതമെങ്കിലും ഉണ്ടാകണം. മൗനസമ്മതം ചോദിക്കുമ്പോ അവൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. കല്യാണം കഴിഞ്ഞ് വിധവയായ ഒരു സ്ത്രീയാണെങ്കിൽ മൗനം പോരാ, അവൾ നാവുകൊണ്ട് പറയണം എനിക്കത് ഓക്കെയാണ് എന്ന്, എനിക്കത് പറ്റുമെന്നവൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. അതാ ഇസ്ലാമിന്റെ വിധി. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞു, ഈ വഴിയിലൂടെ പോയിട്ട് ഇന്ന വീട്ടിൽ ചെല്ലണം, അവിടെ നല്ലൊരു കുട്ടിയുണ്ട്. അവിടെ ചെന്നു. വാപ്പയും ഉമ്മയും ആ സഹോദരനെ കണ്ടു. ഉപ്പ സംസാരിച്ചു. എന്തിനാ വന്നത് എന്ന അന്വേഷണത്തിൽ നിങ്ങളുടെ മകളെ കല്യാണം അന്വേഷിക്കാൻ വന്നതാണ്. ഇത് പറയുമ്പോ ഉമ്മയും വാപ്പയും കുശുകുശു വർത്തമാനം പറഞ്ഞു, നമുക്കത് വേണ്ട എന്ന്. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ മടങ്ങുകയാണ്. എന്റെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. ആ നിലക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പെൺകുട്ടി റൂമിൽ നിന്ന് ഇറങ്ങി വാപ്പാന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടി ചോദിക്കൂ, ആര് പറഞ്ഞയച്ചിട്ട് വന്നതാണ് എന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗുണമുണ്ടാകും, ഉപകാരമുണ്ടാകും, ഖൈറുണ്ടാകും, എനിക്കത് മതി എന്ന് ഈ പെൺകുട്ടി ഉമ്മയോടും ഉപ്പയോടും പ്രഖ്യാപിക്കുകയും ആ വിവാഹം നടക്കുകയും ചെയ്യുന്നു. ഞാനിത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് നല്ല ദീനുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു കുടുംബമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു കുടുംബമാണ്. വാപ്പാക്ക് നല്ല ദീനുണ്ട്, ഉമ്മാക്ക് നല്ല ദീനുണ്ട്, കല്യാണം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരന് നല്ല ദീനുണ്ട്. പക്ഷെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് നാം വിചാരിച്ചതുപോലെ ഇല്ല. ഇത് നല്ല മുക്മിനായ ഒരു ചെറുപ്പക്കാരന്റെ, മുക്മിനത്തായ ഒരു പെൺകുട്ടിയുടെ കല്യാണാന്വേഷണം വന്നിട്ട് തട്ടിമാറ്റിയാൽ പ്രവാചകൻ പറയാണ്, നിങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാകും, കുഴപ്പമുണ്ടാകും. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്കിടയിൽ ഇങ്ങനെ എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും വലിയ നീതിയുടെ, സമത്വത്തിന്റെ ഏറ്റവും നല്ല രീതിശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു മതമാണ് അള്ളാഹുവിന്റെ മതം. എന്നാൽ കുഫു വെക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വലിയ സമ്പന്നതയിൽ ജീവിക്കുന്ന, ശീതീകരിച്ച റൂമുകളിൽ കിടന്നുറങ്ങുന്ന, വീട്ടുജോലിക്കൊക്കെ ആളുകൾ ഏർപ്പാട് ചെയ്തിട്ടുള്ള വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്ന് വളരെ പ്രയാസപ്പെടുന്ന, അവിടെ അലക്കാൻ സംവിധാനമില്ലാത്ത, നേരാവണ്ണം ഭക്ഷണം കഴിക്കാനില്ലാത്ത, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിലേക്ക് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊണ്ടുവരുമ്പോ അവൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ദീന് പറഞ്ഞത് കുഫു വെക്കണമെന്നത്. അത് അവരോട് ചോദിക്കണം, അവർ സമ്മതിക്കണം. ആ കുഫു ഒത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ ജീവിച്ചു മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടാകും. അതിനാണ് ഇസ്ലാം ആ കാര്യവും അടച്ചുകളയാതെ അവിടെ ഒരു പഴുതാക്കി അള്ളാഹുവിന്റെ ദീന് വെച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇനി സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചു പോവുകയാണ്. എല്ലാം 23 വർഷക്കാലം പ്രിയപ്പെട്ടവരെ സംസാരിച്ചതും പറഞ്ഞു കൊടുത്തതുമെല്ലാം ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? അതിന്റെ മർമ്മമാണ് അവിടെ പറഞ്ഞത്. അവസാനിപ്പിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, 2 കാര്യം ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, എന്നാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല. ഏതാണ് 2 കാര്യം? ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തി, എന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് പിഴച്ചു പോകാത്ത ടീമുകളായി മുന്നോട്ട് പോകാം. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ സഹാബ? ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ ദീനിനെ? എല്ലാവരും ഉറക്കെ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ബല്ലിഗ ഷാഹിദ്, ഇവിടെ വന്നവർ, അൽ ഗായിബ്, ഇവിടെ ഇല്ലാത്തവരിലേക്ക് എത്തിക്കണം. അൽ ബിദായ വന്നിഹായ എന്ന ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വോള്യങ്ങളുള്ള ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ആ പ്രസംഗം കേൾക്കാൻ ചില ഒട്ടകങ്ങൾ ഇങ്ങോട്ട് ചരിഞ്ഞിരുന്നു. എവിടെയാണോ നിൽക്കുന്നത്? കുറെ ഒട്ടകങ്ങൾ ഇങ്ങോട്ട്, കുറെ കുതിരകൾ ഇങ്ങോട്ട്, കുറെ ഒട്ടകങ്ങളും കുതിരകളും പ്രവാചകന്റെ നേരെ, ആ കുറെ ആളുകൾ ആ സൈഡിലേക്ക് ഒക്കെ നിന്നിട്ടുണ്ട്. അതെങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
എവിടേക്കാണ് ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും ഒക്കെ തിരിഞ്ഞു നിന്നത്, അതേ റൂട്ടിലേക്ക് അവർ ആ ഒട്ടകങ്ങളെ തെളിച്ചു മുന്നോട്ട് പോയി. ഏത് കേട്ടപ്പോ പ്രസംഗം നിർത്തി പ്രവാചകൻ അവസാനിപ്പിക്കുമ്പോ പറയാണ്, ഇവിടെ വന്നവർ വരാത്തവർക്കെത്തിക്കൂ ഈ സന്ദേശത്തെ, ഇവിടെ വന്നവർ വരാത്തവർക്കെത്തിക്കൂ ഈ സന്ദേശത്തെ, നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ ആ ഒട്ടകങ്ങളെ തെളിച്ച് യാത്ര തുടങ്ങി. 1,00,000-ൽ പരം വരുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ കുറച്ചാളുകൾ മാത്രമാണ് പിന്നെ ബാക്കിയായത്. അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് യാത്രയായി. അതുകൊണ്ട് മദീനയിൽ 8,000-ലധികം സ്വഹാബികളുടെ ഖബറേ ഉള്ളൂ. ഇത്രയും വലിയ സ്വഹാബികൾ ഉണ്ടായിട്ട് സ്വഹാബികളുടെ ഖബറുകൾ 8,000-ലധികം അല്ലെങ്കിൽ 8,000-ഓളം സ്വഹാബികളുടെ ഖബറേ ഉള്ളൂ. മക്കത്ത് 1,000-ഓളം വരുന്ന സ്വഹാബികളുടെ ഖബറേ ഉള്ളൂ. ചരിത്രം അന്ന് രേഖപ്പെടുത്തിയതാ, അല്ല ഇപ്പൊ ഊഹം പറഞ്ഞതല്ല. അപ്പൊ മാക്സിമം 9,000-ലധികം ഖബറുകളെ മക്കത്തും മദീനത്തും സ്വഹാബികളുടെ ഖബറുള്ളൂ. ബാക്കി സ്വഹാബികൾ മുഴുവനും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഈ ദീനെത്താത്ത സ്ഥലത്തേക്ക് എത്തിക്കുവാനുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലും അല്ല, നാം വിചാരിക്കാത്ത കൊച്ചു കൊച്ചു ദ്വീപുകളിൽ വരെ സ്വഹാബികളെത്തി. അവർ യാത്ര തുടങ്ങി, പായക്കപ്പൽ ഉപയോഗിച്ച് യാത്ര തുടങ്ങി. എത്തിച്ചേരുന്ന തുരുത്തുകളിൽ കയറി അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ഉറക്കെ പറഞ്ഞു. അങ്ങനെ ആ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് സ്വഹാബികളുടെ തൗഹീദിന്റെ സന്ദേശം സ്വഹാബികൾ നമ്മുടെ നാട്ടിലെത്തി, കേരളത്തിലെത്തി. ഉണ്ടാക്കുന്ന പള്ളിയുടെ ചരിത്രമില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് അവർ ലോകത്തിന്റെ നാനാഭാഗത്തെത്തിയത്. ഈ ബാധ്യതാ നിർവഹണം എനിക്കും നിങ്ങൾക്കും ഇനിയും ബാക്കി കിടക്കുകയാണ്. ഈ സന്ദേശമെത്താത്ത ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ബന്ധു വീടുകളിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. റബ്ബിന്റെ വഹ്ദാനിയത്തറിയാത്ത, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തറിയാത്ത, ഏകദൈവ വിശ്വാസമുണ്ട് എന്നറിഞ്ഞാലും അതിന്റെ ശാഖോപശാഖകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത, ശിർക്കിന്റെ വടികൾ അറിഞ്ഞുപോയിട്ടില്ലാത്ത, ബിദ്അത്തുകൾ ജീവിതത്തിലേക്ക് കയറി വരുന്ന, അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകൾ പേറി ജീവിക്കുന്ന, അതേ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്തൊക്കെയോ വസ്വാസുകൾ കടന്നു വരുന്ന, ഇതൊക്കെ ശരിയാണ്, ഇത് ശരിയല്ല എന്ന നിലക്ക് ശരിയായതിനെ ശരിയല്ലാതെയും ശരിയല്ലാത്തതിനെ ശരിയായും കാണുന്ന രീതിശാസ്ത്രം നമ്മുടെ മുസ്ലിം വീടുകളിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ദഅവത്തിന്റെ പ്രോജ്വലമായ മുഖം നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ഖുത്ബയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഉസികും അവ്വലം സാനിയം ബിത്തഖ്വല്ലാഹ്. രണ്ടാമതും നിങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അറഫയിൽ ആളുകൾ സമ്മേളിക്കുമ്പോൾ നമുക്ക് നോമ്പെടുക്കണം. ദുൽഹിജ്ജ 9-നാണ് അറഫ. ദുൽഹിജ്ജ 9-നാണ് അറഫ. അതുകൊണ്ട് ദുൽഹിജ്ജ 9 നമുക്ക് നാട്ടിൽ എന്നാണോ അന്ന് അറഫയെ സ്മരിച്ചുകൊണ്ട് നാം നോമ്പെടുക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി ഖതാദ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സിയാമു യൗമി അറഫ, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിന്റെ നോമ്പ്. ഇന്നി അഹ്തസിബു, ഞാൻ വിചാരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, അലല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ അറഫ നോമ്പെടുത്താൽ അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹ വസ്സനത അല്ലതി ബഅദഹ, കഴിഞ്ഞ ഒരു വർഷത്തിലെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും പാപങ്ങൾ നിങ്ങളിൽ നിന്ന് അള്ളാഹു തുടച്ചു നീക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറഫയിലെ നോമ്പ് കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പിറകിലേക്ക് ഒരു വർഷം, അവിടുന്ന് അങ്ങോട്ട് അടുത്ത അറഫ വരെയുള്ള സമയം. അതിനെ വിശദീകരിച്ച സ്ഥലത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, വൻ പാപങ്ങൾ ഒഴിച്ച് എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അറഫ നോമ്പെടുത്തു, ശിർക്ക് ചെയ്തു, എല്ലാം പുറത്തു തരുമെന്ന് വിചാരിക്കണ്ട. സിഹർ ചെയ്തു, വൻപാപാണ്. അറഫ നോമ്പെടുത്ത ആളാ, ഇനി എനിക്ക് സിഹർ ചെയ്യാന്ന് വിചാരിച്ചാലോ പുറത്തു തരൂല.
വൻ പാപങ്ങൾ ഒഴിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന ചെറിയ ചെറിയ തിന്മകളുണ്ട്, നാവിന്റെ സ്ഖലിതങ്ങളുണ്ട്, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളുണ്ട്, സ്വഭാവത്തിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തോട് നിർവഹിക്കേണ്ട പ്രതിബദ്ധതയിൽ സംഭവിച്ചു പോകുന്ന അപാകതകളുണ്ട്. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചെറിയ ചെറിയ തിന്മകളായി നമുക്ക് എണ്ണാൻ പറ്റും. അതെല്ലാം വൻ പാപങ്ങൾ ഒഴിച്ച് എല്ലാം ഈ അറഫയുടെ നോമ്പ് അനുഷ്ഠിക്കുക വഴി അവിടുന്ന് ഇങ്ങോട്ട് 1 വർഷം പിറകിലേക്കും അവിടുന്ന് അങ്ങോട്ട് അടുത്ത അറഫ വരെയും, അത് കഴിഞ്ഞ വർഷത്തെ അറഫ മുതൽ ഈ അറഫ വരെ, ഈ അറഫ മുതൽ അടുത്ത വരാനിരിക്കുന്ന അറഫ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹുവിനെ തൊട്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടപ്രകാരം നബി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അതിന്റെ ഗൗരവം അല്ലാഹു മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഹീ കിട്ടിയപ്പോ മനസ്സിലായ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ഹദീസ് പറയുമ്പോ 2 രീതിയിലാണ് പറയാ. ഒന്ന്, അല്ലാഹു തആല ആ വാക്ക് തന്നെ നബിക്ക് അറിയിച്ചു കൊടുക്കും. ആ ഹദീസിൽ പറയേണ്ട വാക്ക്, അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാ. അത് ഖുർആന് പോലെ, ഖുർആനിലെ എല്ലാ വാക്കും അല്ലാന്റേതാ. ഖുദ്സിയായ ഹദീസിലെ വാക്കും അല്ലാന്റേതായിരിക്കും. അത് അല്ലാന്റെ റസൂൽ ഇഷ്ടപ്രകാരം പറയല്ല. എന്നാൽ ചിലത് അല്ലാഹു തആല ജിബ്രീൽ മുഖേന സമ്മതം കൊടുക്കുക ചെയ്യുക. ആ വിഷയത്തില് സമ്മതമുണ്ട്. പിന്നെ ആ സമ്മതത്തിന്റെ പ്രസ്താവനയും വാക്കും സെന്റൻസും ആരതായിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകന്റേതായിരിക്കും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടാവും. ചിലത് ഖുദ്സിയായ ഹദീസ് അല്ലാഹുവിന്റെ വാക്കന്നെ, അതാ ഖുദ്സിയായ ഹദീസ് എന്ന് പറയാ. രണ്ടാമത് സ്വഹീഹായ ഹദീസ് തന്നെയാണ്, പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകന് ആ ആശയം പറഞ്ഞാൽ മതി, അല്ലാഹുവിന്റെ സമ്മതമുണ്ട്. പക്ഷെ വാക്ക് പ്രവാചകന്റേതായിരിക്കാം. പക്ഷെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ, ദീനിന്റെ ഒരു കാര്യവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്രകാരം പറയില്ല. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വെറുതെ പറയോ? ഇല്ല, വെറുതെ പറയില്ല. അതിനനുസരിച്ചുള്ള പ്രാധാന്യവും ഗൗരവവും അതിന്റെ എല്ലാ സവിശേഷതകളും ജിബ്രീൽ മുഖേന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 2 വർഷത്തെ, കഴിഞ്ഞുപോയ വർഷം, വരാനിരിക്കുന്ന വർഷം എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അറഫ നോമ്പിന് നമ്മളെല്ലാവരും ഒരുങ്ങുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈദ്ഗാഹിന്റെ മൈതാനത്തിലേക്ക് നമ്മളെല്ലാവരും ഒരു വഴികളിലൂടെ തക്ബീർ മുഴക്കി വരിക. ഈദ്ഗാഹിന്റെ മൈതാനത്ത് നിന്ന് തിരിച്ചു വേറെ വഴികളിലൂടെ കടന്നു പോവുക. ഉദ്ഹിയ്യത്തിന് കഴിവുണ്ടായിട്ട് അത് മാറ്റിവെച്ചവൻ ഗൗരവത്തോടുകൂടി പുനരാലോചന നടത്തുക. 7 ഒരാളായി ഷെയർ കൂടാൻ എനിക്ക് സാമ്പത്തികമുണ്ട്, ഒന്നിനറുക്കാനുള്ള ശേഷിയുണ്ട്, 2 പേർ കൂടി അറുക്കാം, 3 പേർക്ക് ചേർന്ന് അറുക്കാം, 4 പേർക്കാവാം, 5 പേർക്കാവാം, 6 പേർക്കാവാം, 7 പേർക്കാവാം. 8ാമതൊരു ഒരാൾ എന്ന നിലക്ക് പറ്റില്ല. മാക്സിമം 7 പേരാണ്. അതിന് അവകാശമുണ്ടായിട്ട്, അർഹതയുണ്ടായിട്ട്, വീട്ടിലെ കല്യാണത്തിന് പൊടിപൊടിക്കുന്നവർ, വീട് കയറി താമസത്തിന് 10,000 പൊട്ടിച്ചു തീർക്കുന്നവർ, കല്യാണ നിശ്ചയങ്ങൾക്ക് 10,000 പൊട്ടിച്ചു തീർക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാടിന് അറുത്തു കൊടുക്കാൻ മടി കാണിക്കുന്നുവെങ്കിൽ, കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടിയാണ് വിഷയം പറഞ്ഞിട്ടുള്ളത് എന്ന പുനരാലോചന, പെരുന്നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആലോചന നടത്തേണ്ട സമയമാണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പെരുന്നാളിന്റെ സമയം അത് കൃത്യത പാലിച്ചുകൊണ്ട്, ഇനി ഒരു 4 പേര്, ഇനി ഒരു 10 പേര് എന്ന അർത്ഥത്തിൽ കാത്തിരിക്കാതെ, അതിന്റെ സമയം പാലിച്ചുകൊണ്ട് ഒരു സന്തോഷത്തിന്റെ വേളയിൽ ഒരാൾക്ക് ഓടി വന്ന് ആ നിസ്കാരത്തിന്റെ ആദ്യ തുടക്കം കിട്ടാതെ വരുമ്പോ ആ സന്തോഷത്തിന്റെ ദിവസം തന്നെ ഒരു വിഷമവും, ദുഃഖമെന്നല്ലെങ്കിലും ഒരു വിഷമവും ഒരു മനക്ലേശവും ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടാക്കാതെ, പെരുന്നാളാണ് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. എന്നാ പെരുന്നാള്? ദുൽഹിജ, ഈ ബലി പെരുന്നാളിന്റെ പ്രത്യേകത നമുക്ക് 10 ദിവസം തന്നെ അറിയാലോ, മാസം കണ്ടാൽ തന്നെ അറിയാം ഇന്ന ദിവസമാണ് പെരുന്നാൾ. അതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല എന്നൊന്നും നമുക്ക് പറഞ്ഞു നിർത്താനുള്ള സമയമല്ല. അതുകൊണ്ട് അതിനൊരു ഒരുങ്ങ. 2 ആഘോഷം അള്ള തന്നതാ നമുക്ക്, 2 ആഘോഷം. 3ാമത്തെ ഒരാഘോഷം
ഇസ്ലാമിക ആരാധനയായിട്ട് നമുക്കില്ല. കല്യാണാഘോഷമാണ് അല്ലെ, അത് ചെറുതാക്ക വലുതാക്ക നീട്ടിവെക്ക ഒക്കെ ചെയ്യുക, നമ്മളിഷ്ട. ഇത് അള്ളാഹ് അനുവദിച്ചു തന്ന പ്രധാനപ്പെട്ട രണ്ട് ആഘോഷം. ആ ആഘോഷത്തിൽ നാം പുതുവസ്ത്രം അണിയുന്നു, വസ്ത്രമില്ലാത്തവർ കടം വാങ്ങാനാ പറഞ്ഞത്. അങ്ങനെ സുഗന്ധം ഉപയോഗിക്കുന്നു, ഒലുവെടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, ഈദ്ഗാഹിലേക്ക് വരുന്നു. നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളോടും വരാൻ പറയുന്നു. ഈദ്ഗാഹിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞു ധാരാളമായി ധർമ്മം കൊടുക്കാൻ പറയുന്നു. പ്രവാചകൻ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്ന് പ്രവാചകന്റെ തട്ടം, അറബികൾ ഉപയോഗിക്കുന്ന തട്ടുണ്ടല്ലോ, അതങ്ങ് പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ. അങ്ങനെ സംഭാവന ചെയ്യാൻ പറഞ്ഞ ദിവസമാണ് പെരുന്നാളിന്റെ ദിനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അള്ളാഹുവേ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിലെ ഓരോ വരികളും ഞങ്ങൾ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് എന്ന നിലക്ക് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നാളെയുടെ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ. ദാമ്പത്യ ജീവിതത്തിൽ മക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, ഞങ്ങളുടെ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ദീനിൽ നിലനിൽക്കുന്ന ഇണകളെ നൽകി അനുഗ്രഹിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.